بسم الله الرحمن الرحيم الحمد لله اللهم صل على محمد وعلى آله وصحبه أجمعين أما بعد വിശുദ്ധ ഖുർആനിന്റെ നാലിലൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന നാലിലൊന്നിന് സമാനമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സൂറത്താണ് സൂറത്തുൽ കാഫിറൂന. വളരെ പ്രധാനപ്പെട്ട സൂറത്താണ്. ഖുർആനിന്റെ നാലിലൊന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്താകുമ്പോൾ തന്നെ വലിയ പ്രധാനപ്പെട്ട സൂറത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുത്തുനബി പറഞ്ഞു, ഇന്നഹാ തഅദിലു റുബഅൽ ഖുർആൻ വഇദാ സുൽസില തഅദിലു റുബഅൽ ഖുർആൻ. സൂറത്തുൽ കാഫിറൂനയും സൂറത്തുൽ ഇദാ സുൽസിലത്ത് സൂറത്തും ഖുർആനിന്റെ നാലിലൊന്നിന് സമാനമാണ്. അത് ഓതൽ സുന്നത്തുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ അർത്ഥം ഞാൻ പറയും. അത് ഓതൽ സുന്നത്തുള്ള ഒരു സ്ഥലമാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ. പല റിപ്പോർട്ടിലും മുത്തുനബി പഠിപ്പിച്ചത് കാണാം, ഇദാ അബൈത ഇലാ ഫിറാശിക ഫഖറ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. നീ നിന്റെ വിരിപ്പിലേക്ക് എത്തിയാൽ നീ ഖുൽ യാ അയ്യുഹൽ കാഫിറൂന ഓതണം. ഫഇന്നഹാ ബറാഅത്തു മിനശ് ശിർക്ക്. ഷിർക്കിൽ നിന്നുള്ള രക്ഷയാണ്, മോചനമാണ്. അവിശ്വാസിയായി മുശ്രിക്കായി മരിക്കാതിരിക്കാൻ അത് കാരണമാകുന്നതാണ്. അതുകൊണ്ട് അത് ഉറങ്ങാൻ കിടക്കുമ്പോഴും ഒക്കെ ഓതല് സുന്നത്താണ്. കുല്യാൽ കാഫിറൂന വിശുദ്ധ ഖുർആനിന്റെ നാലിലൊന്നിന് സമാനമാണ്. വലിയ മഹത്തായ സൂറത്താണ്. അത് ഓതൽ സുന്നത്തുള്ള വേറെയും സ്ഥലങ്ങളുണ്ട്. സുബഹിക്ക് മുമ്പ് നമ്മൾ സുന്നത്ത് നിസ്കരിക്കുമല്ലോ. ദുന്യാവും അതിലുള്ള സർവ്വ വസ്തുക്കളെക്കാളും ഉത്തമമാണെന്ന് മുത്തനബി പഠിപ്പിച്ചതായ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം. സുബഹി നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അതില് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ 1-ാം റക്അത്തിലും 2-ാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഓതൽ സുന്നത്താണ്. അത് 2 യോജിപ്പുള്ള സൂറത്തുകളാ. അള്ളാഹുവിന്റെ മഹത്വങ്ങൾ പറയുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അതിന്റെ മഹത്വം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുന്ന സൂറത്താണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂന സൂറത്ത്. സുബഹിന് മുമ്പും അതുപോലെ മഗ്രിബിന് മുമ്പുള്ള 2 റക്അത്തിലും നബി സല്ലല്ലാഹു അലൈഹി മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്ത് നിസ്കാരം, മഗ്രിബിന്റെ ശേഷം, അതിലും സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറത്ത് ഓതിയിരുന്നു എന്ന് കാണാം. അതുപോലെ ഈ സൂറത്ത് ഓതൽ സുന്നത്തുള്ള നിസ്കാരം 2 നിസ്കാരം ഞാൻ പറഞ്ഞു. മഗ്രിബിന് ശേഷം എല്ലാ ദിവസവും, സുബഹിക്ക് മുമ്പ് എല്ലാ ഉള്ള 2 റക്അത്തിൽ, ഉറങ്ങാൻ കിടക്കുമ്പോ. ഇതുപോലെ യാത്രയിലൊക്കെ നമ്മള് ചെറിയ സൂറത്ത് ഓതി പോവുകയാണെങ്കിൽ യാത്രക്കാരന് ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഓതൽ സുന്നത്താണെന്ന് കാണാം. ഇങ്ങനെ ധാരാളം സ്ഥലങ്ങളിൽ ഇത് ഓതലുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെല്ലണം, അത് മറക്കണ്ട. ഈ സൂറത്ത് ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ചില മക്കാ മുശ്രിക്കുകൾ വന്നു. വലീദ് ഇബ്നു മുഗീറ, അസ് ഇബ്നു വാഇൽ, അസ്വദ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന മുശ്രിക്കുകളുടെ നേതാക്കൾ വന്നു. എന്നിട്ട് അവര് പറഞ്ഞു, മുഹമ്മദേ, യാ മുഹമ്മദ്, ഒരു മുഹമ്മദ് എന്ന് വിളിച്ചിട്ട് പറയാണ്, നീ ആരാധിക്കുന്ന ദൈവത്തിനെ ഞങ്ങൾ കുറച്ചു കാലം ആരാധിക്കാം, നീ ഞങ്ങളെ ദൈവത്തിനെയും കുറച്ചു കാലം ആരാധിക്കാം, നമ്മളും നീയും പങ്കാകാം നിന്റെ കാര്യത്തിൽ, അതുപോലെ ഞങ്ങളെ കാര്യത്തിൽ നീയും പങ്കാവണം എന്നൊക്കെ പറഞ്ഞുകാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്രമൈസ് നടത്താം എന്ന നിലക്കാണ് വന്നത്. അതുപോലെ ഇവരൊരിക്കല് നബി തങ്ങളോട് വന്ന് പറഞ്ഞു, നിനക്ക് ആവശ്യമായ അത്ര സമ്പത്ത് വേണമെങ്കിൽ ഞങ്ങൾ നൽകാം, നിനക്ക് ആവശ്യമായ എത്ര ഭാര്യമാരെ ഞങ്ങൾ നിനക്ക് ഇണയാക്കി തരാം, ഞങ്ങൾ നിന്റെ പിന്നിൽ നടക്കാം, പക്ഷെ നീ ഞങ്ങളെ ദൈവങ്ങളെ ആരാധിക്കരുത് എന്ന് പറയരുത്. ഞങ്ങളെ ദൈവത്തിനെ ആരാധിക്കുന്നതിന് എതിരെ ഏകദൈവ വിശ്വാസം പ്രചരിപ്പിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാം.
അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു വർഷം നിന്റെ ദൈവത്തെ, ഒരു വർഷം ഞങ്ങളുടെ ദൈവത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്രമൈസ് ചെയ്യാൻ ആരാധിക്കാം. ഇത് പറഞ്ഞപ്പോഴാണ് ഈ സൂറത്ത് ഇറങ്ങിയത്. എന്താണ് ഈ സൂറത്തിന്റെ ആശയം? നമ്മൾ ശരിക്ക് സാവകാശം മനസ്സിലാക്കണം. ഖുൽ യാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين قل നബിയെ അങ്ങ് പറയൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സർവ അനുഗ്രഹങ്ങളും ചരിക്കുന്നവനായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഖുൽ നബിയെ അങ്ങ് പറയൂ, യാ അയ്യുഹൽ കാഫിറൂൻ, ഖുൽ നബിയെ അങ്ങ് പറയൂ, യാ അയ്യുഹൽ കാഫിറൂൻ, അവിശ്വാസികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ലാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്നില്ല, ഇപ്പോൾ ഞാൻ ആരാധിക്കുകയില്ല, മാ തഅ്ബുദൂൻ നിങ്ങൾ ആരാധിക്കുന്ന ദൈവങ്ങളെ, നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെയും വിഗ്രഹങ്ങളെയൊന്നും ഞാൻ ആരാധിക്കുകയില്ല ഇപ്പോൾ. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു, വലാ അൻതും നിങ്ങളല്ല, ആബിദൂന ആരാധിക്കുന്നവരല്ല, മാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്ന അല്ലാഹുവിനെ ഏകനായ നിലക്ക് നിങ്ങളും ആരാധിക്കുന്നില്ല. ഇപ്പോൾ അങ്ങോട്ടിങ്ങോട്ടും ചെയ്യാൻ പറ്റൂല. വലാ അന ആബിദും മാ അബത്തും നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങളെ ഭാവിയിലും ഞാൻ ആരാധിക്കുകയില്ല. വലാ അൻതും ആബിദൂന നിങ്ങളും ആരാധിക്കുകയില്ല, മാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്ന ഒന്നിന്. അപ്പൊ ആദ്യത്തെ ഭാഗം ഇപ്പോൾ എന്ന ഭാഗവും പിന്നത്തെ ഭാഗം ഭാവിയിലെ കാര്യവും പറയണം. അപ്പൊ ആദ്യം പറഞ്ഞത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ ഞാൻ ആരാധിക്കുകയില്ല, ലാ അഅ്ബുദു ഞാൻ ആരാധിക്കുകയില്ല നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെ ഇപ്പോൾ. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു നിങ്ങൾ ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുകയില്ല, ലാ അൻതും നിങ്ങൾ അല്ല, ആബിദൂന ആരാധിക്കുന്നവരല്ല, മാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്നതിന്. പിന്നെന്താ മൂന്നാമത്തെ വാക്ക് വലാ അന ആബിദും മാ അബത്തും, വലാ അന ഞാനല്ല, ആബിദുൻ ആരാധിക്കുകയില്ല, മാ അബത്തും നിങ്ങൾ ആരാധിക്കുന്നതിന് ഭാവിയിൽ ആരാധിക്കുകയില്ല എന്നർത്ഥം. വലാ അൻതും നിങ്ങളല്ല, ആബിദൂന ഞാൻ ഭാവിയിൽ ആരാധിക്കുകയില്ല, മാ അഅ്ബുദു ഞാൻ ആരാധിക്കുന്ന ഒന്നിനെ ഭാവിയിലും നിങ്ങൾ ആരാധിക്കുകയില്ല. ലക്കും ദീനുക്കും വലിയ ദീൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, ലക്കും നിങ്ങൾക്കുണ്ട്, ദീനുക്കും നിങ്ങളുടെ ദീന്, വലക്കും എനിക്കുണ്ട്, ദീനി എന്റെ ദീന്. നമ്മൾ തമ്മിൽ ഒരു കോംപ്രമൈസും ഇല്ല, നിങ്ങൾ നിങ്ങളുടെ റൂട്ടിന് പോയിക്കോളൂ എന്നർത്ഥം. ഏതായിരിക്കട്ടെ, ഇവിടെ പൂർണ്ണമായ ഏകദൈവം മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന പ്രഖ്യാപനമാണ് ഇവിടെ നടത്തുന്നത്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന പ്രഖ്യാപനവുമാണ് ഇവിടെ നടത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ പഠനവിധേയമാക്കുക, പഠിക്കുക, ഖുർആൻ പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.